എല്ലാവർക്കും രമ്യ രുചി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലാവുമ്മൽ ഇടിച്ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. നമ്മളിന്ന് ഇടിച്ചക്ക കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ഇടിച്ചക്കയുടെ പകുതി എടുത്തിട്ട് അത് ചെത്തിയിട്ട് എൻ്റെ മുകൾ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമ്മൾ ഇത് അമ്മിക്കല്ലിലിട്ട് ഉടച്ചെടുത്തതാണ്, ഒന്ന് ചതച്ചെടുത്തതാണ് അത്. പിന്നെ വേണ്ടത് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസാണ് വേണ്ടത്. ഞാനിവിടെ അല്ലെങ്കിൽ റസ്ക് ആയാലും മതി, റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. റസ്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയ്ക്ക് പകരം ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മുട്ട പറ്റിയെന്ന് വരില്ലല്ലോ, അപ്പോൾ മുട്ട കഴിക്കാത്തവർക്കും കൂടി വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിരിക്കുന്നത്. മുട്ട മതി എന്നുള്ളവർ മുട്ട എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി, ഒന്ന് കലക്കി വെച്ചാൽ മതി. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിരുന്നു, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരുന്നു, ഒരു വലിയ സവോള ചെറുതാക്കി നുറുക്കി വെച്ചിരുന്നു, പിന്നെ മല്ലിയില, എണ്ണ, പിന്നെ മസാലപ്പൊടി. ഇത് ഞാൻ തന്നെ പൊടിച്ച് വെച്ചതാണ്, കുറച്ചധികം കുരുമുളക് ഇട്ടിട്ട് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ വേറെ കുരുമുളകിൻ്റെ പൊടി എടുക്കണില്ല. മസാലപ്പൊടി വാങ്ങിയിട്ട് ഉള്ളതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേറെ എടുക്കുകയാണ് നല്ലത്. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളമൊക്കെ. ഗ്യാസ് കത്തിക്കാം. നമുക്ക് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഈ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ ചേർക്കുന്നത് മസാലപ്പൊടിയാണ്, ഗരം മസാല. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം, മീറ്റ് മസാലയോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമ്മൾ ഇടിച്ചക്ക ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒപ്പം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ മൈദ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കലക്കി വയ്ക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കമ്മി ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് കമ്മി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ. ഇതിൽ ഇനി വെള്ളം നനവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇത്തിരി നമ്മൾ റസ്ക് പൊടിച്ച് വെച്ചത് 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച്. ഇതിലിപ്പോൾ പാകത്തിനാണ്. നമുക്ക് ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഓരോന്നും ഇതേപോലെ ഷേപ്പാക്കിയിട്ട് വയ്ക്കാം എല്ലാതും. ഇപ്പോൾ നമ്മളാ മിക്സ് എല്ലാതും ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ഈ മൈദ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് റസ്ക് പൊടിയിലും മിക്സ് ചെയ്യാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇനി നമുക്കിത് തിരിച്ചിടാം. ആ സൈഡായിട്ടുണ്ട്. തിരിച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ നമ്മൾ വേവിച്ചെടുത്താണ്. അതുകൊണ്ട് അധികം നേരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല.
നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ രണ്ട് സൈഡും ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പം നമ്മുടെ ഇടിച്ചക്ക കട്ട്ലറ്റ് എങ്ങനെയുണ്ട് ഉണ്ണി പറയൂ? സൂപ്പർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇടിച്ചക്ക കഴിക്കാത്ത കുട്ടികളും ഇടിച്ചക്കയൊക്കെ കഴിച്ചോളും. കട്ട്ലറ്റാന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ഇടിച്ചക്കയൊക്കെ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.